അപ്പോൾ ഇന്ന് റമളാൻ 1 നമ്മുടെ ഈ ഒരു വർഷത്തെ റമളാനും ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആരൊക്കെ എഴുന്നേറ്റു എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ പുറത്തിറങ്ങി എല്ലാവരുടെയും ഒന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് എവിടെയും വെളിച്ചമൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ നല്ല തണുത്ത കാറ്റ് മാത്രം ഇങ്ങനെ വീശുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടേതായ പണികളിലേക്ക് കടക്കാം. അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതാ ഈ ലൈറ്റ് ഒന്ന് ബ്രൈറ്റൻ ആക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ സോക്സാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതിനോടൊരു സലാമൊക്കെ പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഫുഡ് ദോശയാണ്. ചോറൊന്നും വെച്ചിട്ടില്ല. 2 പേരാകെ ഉള്ളൂ നോമ്പ് എടുക്കുന്നത്. ഞാനും എൻ്റെ മകളും മാത്രമേ എടുക്കുന്നുള്ളൂ. അവൾ നാളെ ലീവായതുകൊണ്ട് മാത്രമാണ് നോമ്പ് എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ചായയും ഒന്ന് തിളപ്പിച്ചെടുത്തു. മകൾക്ക് കട്ടൻ ചായയും എനിക്ക് പാൽ ചായയും ആയിരുന്നു. പിന്നെ പിറ്റേന്നത്തെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചൂടാക്കി എടുക്കുക. പിന്നെ ഇതാ അവൾ എഴുന്നേറ്റ് വന്നു. എന്താ ചായയൊക്കെ ഒഴിച്ച് വെക്കുകയാണ്. അവൾ ഈ ഒരു വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലാണ് ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ചായയൊക്കെ ഒഴിച്ച് റെഡിയാക്കി. പിന്നെ എന്തായാലും ഏകദേശം സമയമാവാനായപ്പോൾ ഞങ്ങളിതാ കഴിക്കാനിരുന്നു. ഇന്നലെ ചോറിന് ഉണ്ടാക്കിയ കറിയാണ് വെണ്ടക്ക സാമ്പാർ. അതും കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതും കഴുകി വെച്ച് പിന്നെ ഒരു ഈത്തപ്പഴം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഫ്രണ്ടിൽ തന്നെ പോയിരിക്കുക എന്ന് വിചാരിച്ചു. വാങ്ക് കൊടുക്കുന്നത് വരെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്കൊക്കെ കൊടുത്ത ശേഷം വാതിലൊക്കെ അടച്ച് നമസ്കരിച്ച ശേഷം പിന്നെ ജനലും വാതിലൊക്കെ അടച്ച് പോയി കിടന്നുറങ്ങാമെന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബായ്. ഇതുപോലെയുള്ള അത്താഴത്തിൻ്റെയും റമളാൻ മാസത്തെ പല കാര്യങ്ങളുമായിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.